കാലിലെ മുട്ടിന്റെ ചിരട്ട തെറ്റുന്ന ഒരു അവസ്ഥ, പറ്റല്ല ഡിസ്ലൊക്കേഷൻ, ഇത് വളരെ കോമണായി കാണുന്ന ഒരു അസുഖമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ്, കൊല്ലം NS ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജനാണ്. കാൽമുട്ടിന്റെ ചിരട്ട തെറ്റുന്ന അസുഖം വളരെ കോമൺ ആയിട്ട് 10 മുതൽ 30 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിൽ കാണുന്നതാണ്. ഇത് കൂടുതലും ഫീമെയിൽസിലാണ് കാണുന്നതെങ്കിലും സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്ക്, ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഇത് കാണാറുണ്ട്. നമ്മൾ കാൽപാദം ഉറപ്പിച്ചു വെച്ച് പുറത്തോട്ട് തിരിയുന്ന അവസ്ഥയിലാണ് യൂഷ്വലി നമ്മുടെ ചിരട്ട തെറ്റുന്നത്. ഈ ഒരു കണ്ടീഷൻ ലിഗമെന്റ് ലാക്സിറ്റി ഉള്ളവർക്ക്, അതായത് നമ്മുടെ ലിഗമെന്റുകൾ കയവുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ ബോണിന്റെ ഷേപ്പിൽ വ്യത്യാസമുള്ളവർക്കോ ആണ് കൂടുതലായി കാണുന്നത്. ഇത് നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കാലിനൊരു വേദന വരികയും കാലിന്റെ ചിരട്ട നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ മിക്കവാറും പുറത്തോട്ട് ഇങ്ങനെ തള്ളി മാറുകയും വരാറുണ്ട്. ഈ അവസ്ഥ പലപ്പോഴും കാല് നന്നായിട്ടൊന്ന് നിവർത്തിയിട്ട് ആ ചിരട്ട ജസ്റ്റ് തട്ടിക്കൊടുത്താൽ അത് പഴയ പൊസിഷനിൽ വീഴുന്നതാണ്. പക്ഷേ പെയിൻ കാരണം പലപ്പോഴും പേഷ്യന്റോ അല്ലെങ്കിൽ കൂടെയുള്ളവരോ അത് തനിയെ തിരിച്ചിടാൻ ശ്രമിക്കാറില്ല. ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ഡോക്ടർ പരിശോധിച്ച് ചിരട്ട മാറിയിരിക്കുന്നത് കാണുമ്പോൾ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അത് തിരിച്ച് യഥാസ്ഥാനത്ത് വീഴുന്നതുമാണ്. ആദ്യമായി ചിരട്ട പിടിച്ചിട്ടതിന് ശേഷം 3 മുതൽ 6 ആഴ്ച വരെ നീ ഇമ്മൊബിലൈസർ എന്ന ബെൽറ്റ് കൊടുത്ത് പേഷ്യന്റിന്റെ മുട്ടിന് റെസ്റ്റ് കൊടുക്കുകയാണ് പതിവ്. എന്നാൽ ഇതിനുശേഷം നമ്മൾ ആ മുട്ടിനുണ്ടായ ഡാമേജ് എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു CTയും MRI എടുത്ത് അതിന്റെ ലിഗമെന്റിന് മാത്രമേ ഇഞ്ചറി ഉള്ളൂ, അതോ അവിടുത്തെ എല്ലുകൾക്കോ അല്ലെങ്കിൽ കാർട്ടിലേജിനോ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ചിരട്ട തെറ്റുന്നതിനോടൊപ്പം എല്ലിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് എല്ല് പൊട്ടി മാറുകയോ കാർട്ടിലേജ് മാറുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇനിഷ്യലി തന്നെ സർജറി ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ പറ്റല്ല വീണ്ടും ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കാൽമുട്ടിന്റെ ഷേപ്പിലെ വ്യത്യാസം കാരണം പലപ്പോഴും ചിരട്ട പൂർണ്ണമായും ഡിസ്ലൊക്കേറ്റ് ചെയ്യാതെ സബ്ലക്സേറ്റ് എന്ന പൊസിഷനിൽ, അതായത് ജസ്റ്റ് കുറച്ച് മാത്രം ജോയിന്റ് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും പടിയിറങ്ങുമ്പോഴോ നിന്ന് തിരിയുമ്പോഴോ ഒക്കെ മുട്ടിന് വേദന വരികയും നീര് വരികയും ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ലിഗമെന്റ് ഇൻസ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ എല്ലിന്റെ ഷേപ്പിന് വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സ്കാൻ ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ കണ്ടീഷൻ കാണുന്ന കുട്ടികളിൽ ഇത് സർജറി ചെയ്ത് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാൽമുട്ടിന്റെ ചിരട്ട റിക്കറന്റ് ആയി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന അവസ്ഥ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് പലപ്പോഴും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. കാരണം നമ്മൾ അപ്രതീക്ഷിതമായി നമ്മൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ യാത്രയിലാകുമ്പോഴോ ഒക്കെ ഇത് ചിരട്ട തെറ്റുകയും അതിന് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യം വരികയും ചെയ്യാം. അതിനാൽ റിക്കറന്റ് ആയി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ചിരട്ട എപ്പോഴും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് ഉത്തമം. താങ്ക് യു സോ മച്ച്.